രചന, അവതരണം സുഗി സുരേഷ്. അരുൺ, ഇന്നത്തെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പോകാവൂ. അതും പറഞ്ഞ് മാനേജർ പുറത്തേക്ക് ഇറങ്ങി. എല്ലാം കഴിഞ്ഞപ്പോൾ സമയം ഏകദേശം 11 മണിയായി. ശേഷം ഞാൻ ഓഫീസിലെ വാതിലുകളെല്ലാം പൂട്ടി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയ സമയത്ത് അവിടെ ഒരു സ്ത്രീ മാത്രം ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കുന്നു. ചെറിയ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ എനിക്ക് അവരുടെ മുഖം വ്യക്തമായിട്ട് കാണാം. രാത്രി കാലങ്ങളിൽ മാത്രം അണിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കുന്ന ഒരു പച്ചയായ സ്ത്രീ. അവരെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അവർ നിൽക്കുന്ന സ്ഥലത്തിനരികിൽ പോലും മറ്റൊരു മനുഷ്യന്മാരും ഉണ്ടായിരുന്നില്ല. ആ ഒരു സ്ത്രീ കുറച്ചു നേരം എന്നെ ഇങ്ങനെ അടിമുടിയൊന്ന് നോക്കി. എന്നിട്ട് പതുക്കെ പതുക്കെ എൻ്റെ അരികിൽ വന്നു. സാറേ, 750 തന്നാൽ മതി, റൂമും കാര്യങ്ങളൊക്കെ റെഡിയാണ്. ചേച്ചി, ഞാനിവിടെ ബസ് നോക്കി നിൽക്കുക, അല്ലാതെ വേറെ ഒന്നിനും വന്നതല്ല. ഞാൻ മറുപടി പറഞ്ഞു. എൻ്റെ സാറേ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ്സൊന്നും കിട്ടില്ല. വേണയാൾ ജംഗ്ഷനിൽ പോയി നിന്ന് നോക്ക്, അവിടെ ബസ് ചിലപ്പം കിട്ടിയേക്കും. അവർ തൻ്റെ മുടിയിണകളിലും മുഖത്തുമൊക്കെ വിരലുകൾ പതുക്കെ ഉരസി ഉരസി അവരെന്നോട് കാര്യം പറഞ്ഞു. ചേച്ചി, എനിക്കിവിടെ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും പിടിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടൗണിൽ. എൻ്റെ വിനയത്തോടെയും ആ ഒരു പെരുമാറ്റം കണ്ട സമയത്ത് തന്നെ അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. എന്നാൽ വാ സാറേ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യം നടക്കില്ല. സാർ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യമൊന്നും മടിച്ചുവെങ്കിലും പതുക്കെ പതുക്കെ അവരോടൊപ്പം നടക്കാൻ തുടങ്ങി. ആ ഒരു സമയത്തായിരുന്നു ഞാൻ ശരിക്കും അവരെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. പഴയൊരു സെറ്റ് സാരിയാണ് അവരുടെ വേഷം. മുടിയിൽ തുളസിക്കതിർ ചൂടിയിട്ടുണ്ട്. കാണാനിരുന്നിറം, മെലിഞ്ഞ ശരീരം. സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് അരുൺ. നിങ്ങളുടെയോ? എൻ്റെ പേര് ലില്ലി. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേ സാറേ, അതാണ് ജംഗ്ഷൻ. അവിടെ ഒരു 15 മിനിറ്റ് കൂടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ബസ് ഇങ്ങനെ കിട്ടും കേട്ടോ. അവിടെ നിന്നാൽ മതി കേട്ടോ. അവിടെയാണ് സാധാരണ എല്ലാവരും നിൽക്കാറ്. ഓക്കെ ചേച്ചി, താങ്ക്സ്. ഞാൻ പതുക്കെ നടന്ന് ആ ബസ് വരുന്ന റോഡിലേക്ക് നിന്നു. അപ്പോഴും ആരെയോ നോക്കി നിൽക്കുന്ന അവരെയാണ് ഞാൻ പിന്നീട് കാണുന്നത്. സമയം അപ്പോഴേക്കും 12:30 ആയിരുന്നു. കുറ്റാക്കൂരിട്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം പോലും അണഞ്ഞു തുടങ്ങിയിരുന്നു. പക്ഷെ ആ ഒരു നേരവും അവരുടെ ആ നിൽപ്പ് കണ്ടിട്ട് എനിക്ക് സഹതാപം തോന്നിയിരുന്നു. ഞാൻ പതുക്കെ അവിടേക്ക് നടന്നു ചെന്നിട്ട്, ലില്ലി, ഇതാ. എൻ്റെ കയ്യിൽ നിന്നും ഏകദേശം 750 രൂപ എടുത്തിട്ട് ഞാൻ അവർക്ക് കൊടുത്തു. ഇത് വെച്ചോ, ഇനി ആരെയും നോക്കി നിൽക്കണ്ട. ലില്ലിക്ക് വേണ്ടതും ഇത് തന്നെയല്ലേ, ഇത് കൈവച്ചോ എന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ അവരാ പൈസ എനിക്ക് തിരിച്ചു തന്നു. സാറേ, ലില്ലി ശരീരം വെക്കുന്നവളാ. ഇത് എനിക്ക് അധ്വാനിക്കാതെ കിട്ടുന്ന പൈസയാണ്. അതെനിക്ക് വേണ്ട സാറേ. ഇത് ഞാനിപ്പോൾ വാങ്ങിച്ച എനിക്ക് നിങ്ങൾ തരുന്നൊരു ഭിക്ഷയാണിത്. ശരിക്കും അവരുടെ ആ മറുപടി എന്നെ നല്ല രീതിയിൽ തന്നെ അമ്പരപ്പിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് എനിക്ക് കിട്ടിയ വാചകങ്ങൾ തന്നെയായിരുന്നു ലില്ലി തന്ന ആ മറുപടി. അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഇത് കൈവച്ചോ. ഞാൻ ഒരിക്കൽ കൂടി നീട്ടി. അവർ എൻ്റെ മുഖത്തടിച്ചതുപോലെ ഒഴിഞ്ഞു മാറിപ്പോയി. അന്നത്തെ ദിവസം റൂമിലെത്തിക്കഴിഞ്ഞപ്പോഴും ഞാൻ അവരെക്കുറിച്ച് ആലോചിച്ചു. സ്നേഹം നടിച്ച് കാശ് പിടിച്ച് വാങ്ങുന്ന ഒരു കൂട്ടർ എനിക്ക് ചുറ്റും. ദാനം നൽകിയ പൈസ അപ്പം തന്നെ തിരിച്ചേൽപ്പിച്ച ഒരു വേശ്യ സ്ത്രീ. അടുത്ത ദിവസം മുതൽ ഞാൻ അവരെ എവിടെ വെച്ച് കണ്ടാലും പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കും. പകൽവെട്ടത്ത് ആരും അവരുടെ അരികിൽ ചെല്ലാറില്ല. സമൂഹത്തിന് വെറുക്കപ്പെട്ടവർ, ഒറ്റപ്പെട്ടവർ. രാത്രിയായാൽ ചിലരുടെ ശരീരത്തിന്റെ തണുപ്പിനെ ചൂടാക്കി മാറ്റുന്ന ഒരു പ്രത്യേക വേർണം. വെറും 750 രൂപ ദിവസ വാടക കൊടുത്താൽ കിട്ടുന്ന ഒന്ന് മാത്രം. പക്ഷെ തൻ്റെ ഒരു രാത്രിയുടെ 750 രൂപ തൊട്ടടുത്ത ദിവസം മറ്റാരുടെയൊക്കെയോ അന്നമാണ്. ചിലപ്പോൾ വഴിയോരങ്ങളിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നവർക്ക് ലില്ലി വയറ് നിറച്ച് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. തൻ്റെ മക്കളെ സ്കൂളിൽ വിടുന്നതോടൊപ്പം തന്നെ ആരുമില്ലാത്ത കുട്ടികളെ തൻ്റെ ചിലവിൽ പഠിക്കാൻ അവസരം കൊടുക്കുന്നു. ഈ ജന്മത്തിൽ സമൂഹത്തിന് മുമ്പിൽ തെറ്റുകാരിയായവൾ, മറ്റാരുടെയൊക്കെ ജീവിതത്തിൽ ശരി എന്നൊരു വാചകം എഴുതി തീർക്കാൻ കഴിയുന്നവൾ, അതായിരുന്നു ലില്ലി. സമൂഹം ഒറ്റപ്പെടുത്തുന്നവരുടെ മനസ്സിൽ ഒരു നന്മയുടെ തീപ്പൊരി ഉണ്ടാകും. അതാരും കാണാതെ ആളിക്കത്തുന്നുമുണ്ടായിരിക്കും.